നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ മാലിന്യ നിർമ്മാർജ്ജന നടപടികൾ താറുമാറായതിൽ പ്രതിഷേധവുമായി LDF-ന്റെ കുത്തിയിരിപ്പ് സമരം മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ നിലമ്പൂരിൽ ഒരു കക്കൂസിന് മുമ്പിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താനുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ബഹുമാനായ അധ്യക്ഷൻ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഭരണസമിതി എന്ന നിലയിൽ ആ 5 വർഷത്തിൽ ഏകദേശം 2 വർഷക്കാലത്തോളം കോവിഡാനന്ത പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ആ മുനിസിപ്പാലിറ്റി നമ്മുടെ അധികാരത്തിൽ വരുന്നത്. ഞങ്ങളുടെ പല കൗൺസിലർമാരും ആ കാലത്ത് PPE കിറ്റ് ധരിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ആദ്യമായി ആരോഗ്യരംഗത്ത് ഒരു സ്വകാര്യ ആശുപത്രി വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ആ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്താൽ നമുക്ക് കഴിഞ്ഞു. ബാക്കി 3 വർഷമാണ്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM ബഷീർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, T ഹരിദാസ്, VC ശ്രീധരൻ, രാജഗോപാലൻ, ഷൌക്കത്ത്, M മുജീബ് റഹ്മാൻ, സ്കറിയാക്നാത്തോപ്പിൽ, ഇടതുമുന്നണി കൌൺസിലർമാർ, മുൻ കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടിയ പ്രദേശം സന്ദർശിച്ച ശേഷമായിരുന്നു ബസ് സ്റ്റാൻഡിൽ സമരം സംഘടിപ്പിച്ചത്. നിലമ്പൂർ നഗരസഭയിലെ UDF ഭരണസമിതിക്കെതിരെ LDF സമരപരിപാടികൾ ശക്തമാക്കുമെന്ന സൂചനയുടെ ഭാഗം കൂടിയായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡിന് മുന്നിലെ സമരം. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.